ബേബി ടോക്ക് വിത്ത് മേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. കുറച്ചധികം തിരക്കായിരുന്നു. അപ്പോൾ ഇന്നിത് ചെയ്യാതിരുന്ന ശരിയാവൂല എന്ന് തോന്നിയപ്പോൾ ചെയ്യുന്നതാണ് കേട്ടോ. വിഷയം വേറൊന്നുമല്ല, അനുമോളും പിന്നെ ബിഗ് ബോസ് സീസൺ 7 പാവാട ഗ്രൂപ്പ് അവരെ പറ്റിയിട്ട് ചർച്ച ചെയ്യാനാണ് കേട്ടോ. അങ്ങനെ തന്നെ വിളിക്കാം. ഞാൻ 24/7 ബിഗ് ബോസ് കാണുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നൈറ്റ് കാണാറുണ്ടോ എന്ന് ചോദിച്ചാൽ 2:30 ഞാൻ ലൈറ്റായിട്ട് ഉറങ്ങുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ആ ഒരു ടൈം വരെയൊക്കെ കാണും. പിന്നെ മോർണിംഗ് അവരെണീക്കുന്നതിന് മുന്നേ കാണും. അത് കിച്ചണിൽ വർക്ക് ചെയ്യുന്നത് മറ്റെന്ത് വർക്ക് ചെയ്യുന്നതെങ്കിലും ലൈവ് ഓൺ ആക്കി ഇട്ടിട്ട് ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് അന്ന ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് അനുമോളെ ഭാഗത്ത് ഒരു കുറ്റവും തോന്നില്ല. എന്ന് വെച്ചാൽ ഒരു കുറ്റവും തോന്നില്ല. അപ്പൊ അനുമോൾ അവിടെ ചെയ്യുന്നത് കുറ്റമാണോ എന്ന് വെച്ചാൽ തെറ്റില്ലാത്ത മനുഷ്യരുണ്ടോ? ഇപ്പോ നമ്മളെ ഒരാൾ ഉപദ്രവിക്കാൻ വന്നാല് തിരിച്ച് നമ്മൾ പറയുമല്ലോ. എനിക്ക് അനുമോൾ അവിടെ പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ കുറഞ്ഞു പോയിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം തന്നെ എടുത്തു നോക്ക്. നമ്മളോടാണ് ഇങ്ങനെ കുറെ ആൾക്കാർ പെരുമാറുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ തിരിച്ചു പെരുമാറും? അപ്പൊ അതൊന്നും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അനുമോൾ അവിടെ ചെയ്യുന്നത് ഒരു തെറ്റായിട്ട് തോന്നില്ല. കാരണം തുടക്കം മുതലേ അനുമോൾ ആരെയും ഉപദ്രവിക്കാൻ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. ജിസൈലിന്റെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ റീസൺ ഉണ്ട്. ആദ്യം തന്നെ ജിസൈലിനാണ് അനുവിനെ തെറ്റിദ്ധരിച്ച്, അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഇതിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, പോയി കണ്ടോ നോക്കട്ടോ. അതിനെപ്പറ്റി ഒന്നും അറിയാത്തവര്. അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടാണെങ്കിലും ജിസൈലിനാണ് അനുവിനോട് ആദ്യം ദേഷ്യം വന്നത്. എന്നിട്ടാ പിന്നെ മേക്കപ്പിന്റെ കാര്യത്തിൽ അവരൊന്നും ചെയ്യാതെ ഒരാൾ മാത്രം ചെയ്ത് നടക്കുമ്പോൾ, അതും ബിഗ് ബോസ് വിലക്കിയിട്ടും ചെയ്ത് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അനു കണ്ടുപിടിക്കാൻ നടന്നു. അതൊരു തെറ്റായിട്ട് തോന്നിയില്ല. ഇത് ബിഗ് ബോസ് ആണ്, അതിന് വേണ്ടി ഇവര് ഓരോരുത്തരായിട്ട് ഉപദ്രവിക്കാൻ വന്നാല് ഓക്കെ, അത് ഗെയിമായിട്ട് കണക്ക് കൂട്ടാം. പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല. ചെന്നായി കൂട്ടം ആടിനെ ഉപദ്രവിക്കാൻ ചെല്ലുമല്ലോ, അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കും, ഈ അനുമോളുടെ വീട്ടുകാരെങ്ങനെ ഈ ലൈവൊക്കെ കണ്ടിരിക്കുന്നത്. കാരണം അത്രക്കും സങ്കടാവുന്നു കേട്ടോ ലൈവൊക്കെ കാണുമ്പോൾ. ഈ ബിഗ് ബോസ് എന്താ ഇതിനെതിരെ ഒരു ഡിസിഷൻ എടുക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. അനുമോള് ശപിച്ചു, എങ്ങനെ ഇവരെ ശപിക്കാതിരിക്കൂ? അത്രക്ക് കാട്ടിക്കൂടും. ആ റെനയൊക്കെ 19 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല.